കർത്താവേ, ഞാൻ വിട്ടുകളയുന്നു, എനിക്ക് വേണ്ട. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞായിരുന്നു, രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് സാധാരണ ഞാൻ വെളുപ്പിന് എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷേ പാതിരാത്രി കഴിഞ്ഞൊരു വല്ലാത്ത സമയത്ത് ഉണരും. പുരുഷന്മാരൊക്കെ അറിയാമല്ലോ, ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ കഴിയുമ്പോൾ രാത്രി ഒരു പ്രാവശ്യം ഉണരും. അത് മാത്രമല്ല, ഉണർന്നിട്ട് പിന്നെ ഉറക്കം വരാതെ കിടക്കുന്നൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ഒരു 3 മണി സമയത്തൊക്കെ ഉണർന്നാൽ അതിങ്ങനെ ഉറക്കം വരാതെ കിടക്കേണ്ട ആവശ്യമില്ല, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അത് ഈ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം വേദപുസ്തകപ്രകാരം നോക്കിയാൽ 4-ാം യാമം എന്ന് പറയും, 4th വാച്ച്. ഈ 4-ാം യാമത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിലെ ഒരു വ്യക്തിപരമായ സാക്ഷി അനുഭവം കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ 3 മണിക്ക് എഴുന്നേറ്റിട്ട് അങ്ങ് അതിനെ എഴുന്നേറ്റ് ഇനിയിപ്പം ഉറങ്ങാം നമ്മൾ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങാതെ കഴിയുമെങ്കിലൊന്ന് ആ സമയത്തൊന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഇത് കുറച്ചാളായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ക്ഷീണം കാരണം വീണ്ടും അങ്ങ് തിരിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങും. പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ മനസ്സിലാക്കി അങ്ങനെ തിരിഞ്ഞ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോഴൊരു കാര്യം മനസ്സിലായി, ഇത് ദൈവം എന്തോ എന്നോട് പറയുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് മാറിപ്പോയി, ആർക്കും ശല്യമില്ലാതെ പോയിരുന്ന് ദൈവസന്നിധിയിലൊന്നൊന്ന് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഒന്ന് ദൈവം എന്തെങ്കിലും നീ എന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവമാണ് സംസാരിച്ചതെന്ന്. അതുകൊണ്ടാണ് ആ ബോധ്യത്തിൽ ഞാനിവിടെ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ഇവിടെ ദിവസങ്ങളിലുള്ള ചില മീറ്റിങ്ങുകളിലൊക്കെ ഞാനത് ഷെയർ ചെയ്യാറ്. ചെറിയ ഗ്രൂപ്പിൽ, ഇവിടെ എപ്പോഴും സ്മോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഞാൻ സൺഡേ പറയുന്നത്. ഈ സ്മോൾ ഗ്രൂപ്പ് പലപ്പോഴും ഒരു ടെസ്റ്റ് ഡോസാണ്. അപ്പോൾ എനിക്കറിയാം ഇതാണ് ദൈവം സഭയോട് പറയുന്നുള്ള നല്ല ബോധ്യം ദൈവം എനിക്ക് തരും. അപ്പം ദൈവം സംസാരിച്ച ചില കാര്യങ്ങൾ, വൈ ഡു വി എക്സിസ്റ്റ് ഹിയർ ആസ് എ ചർച്ച്? എന്നോട് ദൈവം പറയുന്നു, മോനെ നിന്നെ ഞാൻ എന്തിനായിട്ടാണ് വിളിച്ചത്? ഈ പട്ടണത്തിൽ എത്രയോ പേര് നിന്നെക്കാട്ടിലും ശ്രേഷ്ഠന്മാരുണ്ട്, നിന്നെക്കാട്ടിലും മിടുക്കന്മാർ, നിന്നെക്കാട്ടിലും നല്ല പഠിപ്പുള്ളവരുണ്ട്, നിന്നെക്കാട്ടിലും എന്തൊക്കെയുള്ളവരുണ്ട്. ആ കൂട്ടത്തിൽ നിന്നെ എന്തിനാണ് ഞാനിവിടെ നിർത്തിയിരിക്കുന്നത്? ഈ പട്ടണത്തിൽ നിന്നെ എന്തിനു ഞാൻ കൊണ്ടുവന്നു? ശരിയാണ്, നിങ്ങൾ നല്ലൊരു പങ്ക് ആൾക്കാർ ഈ പട്ടണത്തിൽ വരുന്നതിന് മുമ്പേ പട്ടണത്തിൽ വന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ അർത്ഥം ഈ പട്ടണത്തിൽ നീ എന്തിന് ദൈവമേ എന്നെ കൊണ്ടുവന്നു ചോദിച്ചപ്പോൾ ദൈവം എന്നോട് ചില ഉത്തരങ്ങൾ പറയാൻ പറഞ്ഞു. എന്തിനായിട്ട്? 29 വർഷം മുമ്പ്, ഏകദേശം 2 ആഴ്ച കൂടെ കഴിയുമ്പം ചർച്ച തുടങ്ങിയിട്ട് 29 വർഷമായി. എന്തിനൊരു ചർച്ച്? ഇവിടെ ചർച്ച ഇല്ലാഞ്ഞിട്ടാണ്. ഈ പട്ടണത്തിൽ ഇഷ്ടംപോലെ ചർച്ചകളുണ്ട്, ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് 29 വർഷം മുമ്പ് ഇത്രയില്ലായിരുന്നു. എന്നാലും ഉണ്ട്. ഒരാൾക്കിപ്പം ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ചർച്ചൊക്കെ ഉണ്ട്. പക്ഷേ അത്രയും ചർച്ചകളുള്ളപ്പോൾ എന്തിനാണ് ഒരു പുതിയ ചർച്ചും കൂടി വീട്ടിൽ തുടങ്ങിയത്? എന്തിനാണ്? പക്ഷേ ദൈവം വ്യക്തമായി എനിക്ക് ചില ഉത്തരങ്ങൾ തന്നു. പെട്ടെന്ന് ചില വാക്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു. എനിക്ക് ആ വാക്യങ്ങൾ എവിടെയാണെന്നെങ്കിൽ ഒരു ബോധ്യമുണ്ട്. ഞാൻ അപ്പം ലൈറ്റ് ഇട്ട് പിന്നെ അതൊന്നും നോക്കാൻ പോയില്ല. ഞാൻ ഏകദേശം ഒരു 5 മണി വരെ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഒരു ശീലം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും 3 തൊട്ട് 5 വരെ പ്രാർത്ഥിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ആ ഉണരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ദൈവശബ്ദം, ആ ലിസണിങ് പ്രെയർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് പറയുക മാത്രമല്ല, ഇങ്ങോട്ട് കേൾക്കാൻ ഒന്ന് കാതോർത്താൽ എന്തൊക്കെയോ ദൈവത്തിന് സംസാരിക്കാനുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് ധൈര്യപ്പെടുത്തുക. നിങ്ങൾ ആ സമയത്ത് ആ 4-ാം യാമത്തിൽ ചിലപ്പം കാറ്റും കോളും ഒക്കെ അടിച്ച് ഇപ്പം മുങ്ങുമെന്ന് തോന്നുന്നൊരവസ്ഥയിലൂടെ പോകുന്നെങ്കിൽ ആ 4-ാം യാമത്തിലാണ് ആ വെള്ളത്തിൽ കൂടെ നടന്ന് നാഥൻ ആ പടകിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പടകിലേക്കും ആ 4-ാം യാമത്തിൽ നടന്നു വരുന്നവൻ ഒരുവനുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവൻ നടന്നു വരുമ്പം ആ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കണം. എങ്കിലേ അവൻ്റെ വരവ് നമ്മൾ കാണുകയുള്ളൂ. അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിന് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നാം ആ സമയത്തൊന്ന് ഉണർന്നിരിക്കുന്നത് നന്നായിരിക്കും, അല്ലേ? കീപ് വാച്ച്. അത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഉണർന്നിരിപ്പേൻ. അപ്പം എനിക്ക് ദൈവം തന്ന ചില വാക്യങ്ങൾ, ഞാൻ പിന്നെ രാവിലെ 6 മണിക്ക് വീണ്ടും എഴുന്നേറ്റ് ഞാൻ ആ വാക്യങ്ങളെല്ലാം തുറന്ന് എവിടെയാണെന്ന് നോക്കി. എഹെസ്കേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം വാക്യം. എസീക്കിയൽ ചാപ്റ്റർ 22 വേഴ്സ് 30. എഹെസ്കേൽ 22-ാം അധ്യായം 30-ാം വാക്യം.
ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽപ്പാൻ ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. പക്ഷെ അവിടുത്തെ അന്നത്തെ കോണ്ടെക്സ്റ്റ് യഹോവ ദൈവം പറയാ, ഐ ഡിഡ്ന്റ് ഫൈൻഡ് എനിബഡി, ആരെയും ഞാൻ കണ്ടില്ല. ദേശത്തെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ ദൈവമുമ്പാകെ നിൽക്കേണ്ടുന്ന ചിലരുണ്ട്. അതിന് എന്നെ നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച കൂടി സഭ കളിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദേശത്തിന് വേണ്ടി, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാം, മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന്. എസേക്കിയേൽ 3:17 അവിടെ ഒരു വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 3:17 മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഐ ഹാവ് മെയ്ഡ് യു വാച്ച്മാൻ. ഇന്ന് ഇന്ത്യക്ക് വാച്ച്മാൻ, കേരളത്തിന് വാച്ച്മാൻ, തിരുവനന്തപുരത്തിന് വാച്ച്മാൻ. എന്നെ കേൾക്കുന്ന ഓൺലൈൻ എവിടെ ഇരുന്ന് നിങ്ങൾ കേട്ടോ, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ പട്ടണങ്ങൾക്ക് നിങ്ങളെ കാവൽക്കാരാക്കി ദൈവം വെച്ചിരിക്കുന്നു. എത്ര പേര് അതിനൊരു ആമേൻ പറയും? യെസ്, ഐ എം എ വാച്ച്മാൻ, ഐ എം എ വാച്ച്മാൻ. എന്നിട്ട് അടുത്തത്, നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. കാവൽക്കാരനോടൊരു ഉത്തരവാദിത്വം ദൈവം കൊടുക്കുന്നത് എന്താണ്? നീ എൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കണം. അത് ദൈവം എന്തു പറയുന്നോ അത് ശ്രദ്ധ വെച്ച് കേൾക്കണം. കേട്ടിട്ട് എന്ത് ചെയ്യണം? എൻ്റെ നാമത്തിൽ, അതായത് എൻ്റെ നാമമെന്ന് ദൈവം പറയുമ്പോൾ അതിന് വളരെ പ്രത്യേകതയുണ്ട് അല്ലേ? ആ നാമത്തിൽ നീ അവരെ പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിക്കണമെന്ന് മലയാളത്തിൽ കിടക്കുന്നു. ഇംഗ്ലീഷിൽ വാണ്ടം, മുന്നറിയിപ്പ് കൊടുക്കണമെന്നാണ്. എസ്കേൽ 33:7 കൂടെ വായിക്കാം. എസീക്കിയൽ ചാപ്റ്റർ 33 വേഴ്സ് 7. എസ്കേൽ 33:7 കൂടെ ഒന്ന് വായിച്ചാട്ടെ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട്, എൻ്റെ വായിൽ നിന്ന് കേട്ടോ. അവിടെ നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന്, ഗൂഗിളിൽ നിന്നല്ല, AI ചാറ്റ് GPT ഒന്നുമല്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് ദൈവസഭ കേൾക്കണം. ചിലത് അത് ആരാണ്? പാസ്റ്റർ മാത്രം കേട്ടാൽ പോരാ, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന് കാവൽക്കാരാക്കിയെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോളനിക്ക് നിങ്ങളെ കാവൽക്കാരാക്കിയെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിന് നിങ്ങളെ കാവൽക്കാരാക്കിയെങ്കിൽ, നിങ്ങളെ ടെക്നോ പാർക്കിന് കാവൽക്കാരാക്കിയെങ്കിൽ, നിങ്ങളെ ഡോക്ടേഴ്സ് ആണെങ്കിൽ ആ ആശുപത്രിക്ക് കാവൽക്കാർ നിങ്ങളാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കണം. കേട്ടിട്ട്, കാവൽക്കാരനാണ് അതിൻ്റെ അർത്ഥം, യു ആർ അപ്പോയിൻറ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് എൻ അപ്പോയിൻമെൻറ്റ്. ചുമ്മാ കയറി ഞാൻ ഞാൻ സർവീസിന് വന്നേ അല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കയറി എടുത്ത ജോലിയല്ല. എന്താ പറയുക, എൻ്റെ ഹോബി ഒന്നും അല്ല ഇത്. ഐ ബീൻ പോസ്റ്റഡ്, അപ്പോയിൻറ്റഡ് ആസ് എ വാച്ച്മാൻ. എനിക്കൊരു ഉത്തരവാദിത്വം തന്നെ ദൈവം എന്നെ നിർത്തിയിരിക്കുക. ആരുടെ ഉത്തരവാദിത്വം? എൻ്റെ ദേശത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ദൈവം തന്നിരിക്കുന്നു. ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ ദേശത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഭരണാധികാരികളുടെ കയ്യിൽ മാത്രമല്ല. നിങ്ങളതങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? പട്ടണത്തിൻ്റെ ഭരണാധികാരി എന്ന് പറഞ്ഞത് ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ പോലീസോ DGPയോ ഒന്നുമല്ല. അവരൊക്കെ അവരുടെ ചില കാര്യങ്ങൾ ചെയ്യുന്ന മേഖലയിൽ. പക്ഷേ ദൈവം അതിലും ഉപരിയായി ഈ പട്ടണത്തിലെ ആത്മാക്കളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു അവരുടെ കാവൽക്കാരനായിരിക്കുവാൻ. അവരുടെ സ്വത്തിന് സംരക്ഷണവും അവർക്ക് വേണ്ടുന്ന ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയ ഈ നിയമപരമായിട്ട് ചിലരുണ്ട്, അവർക്കായിട്ട് സ്തോത്രം. പക്ഷേ അതിലും ഉപരിയാണ് നമ്മുടെ കാര്യം. നമ്മളൊരാൾ മരിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വമേ നമ്മുടെ മന്ത്രിസഭയ്ക്കും നമ്മുടെ ഗവൺമെൻറ്റിനും നമ്മുടെ പോലീസിനും ഒക്കെ ഉള്ളൂ. ശരിയല്ലേ? മാക്സിമം നമ്മളെ കൂടെ അങ്ങ് കുഴിച്ചിട്ട കാര്യം തീർന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഈ പട്ടണത്തിലുള്ള സകല ആത്മാക്കളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുമ്പം അവരുടെ മരണം വരെയുള്ള ഉത്തരവാദിത്വമല്ല, അവർ മരണാനന്തരം എവിടെ ചെന്ന് അവരുടെ നിത്യത ചെലവഴിക്കും എന്നുള്ളത് വരെയുള്ള ഉത്തരവാദിത്വം ദൈവം എനിക്കും നിങ്ങൾക്കും, അത് ദൈവസഭയ്ക്കും തന്നിരിക്കുന്നു. എത്ര പേർക്ക് അത് മനസ്സിലായി? God has appointed us as watchmen over the cities we live, the states we live, even the countries or nations where we are part of. അവരുടെയൊക്കെ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചത്. പക്ഷെ നമ്മൾ ഇത്ര നിർവിചാരികളായി, ഇത്ര അലസരായി ഇരിക്കുന്ന മറ്റൊരു ഏജൻസി ഇല്ല. ഏതാണ് ഏജൻസി? ദൈവസഭ. നമുക്ക് രാവിലെ വരണം, പാടണം, പ്രാർത്ഥിക്കണം, ഈ പറഞ്ഞ വചനം കേൾക്കണം, കൈ കൊടുക്കണം, പോകണം അല്ലേ? പിന്നെ പല പാസ്റ്റർമാർക്കും ഇത്രയേ ഉള്ളൂ: വന്നോണം, നിന്നോണം, തന്നോണം, പൊയ്ക്കോണം അല്ലേ? എല്ലാവരും ഞായറാഴ്ച ഇങ്ങ് വന്നോണം, എല്ലാവരും ഇവിടെ വന്ന് ഇരുന്നോണം, പിന്നെ തന്നോണം, അടുത്തത്
പൊയ്ക്കോണം, ഇത്രയേ ഉള്ളൂ. അങ്ങനല്ല. ഈ വരാനും ഇരിക്കാനും കൊടുക്കാനും പോകാനും അല്ല സഭ. ദേശത്തിൻ്റെ കാവൽക്കാരായിട്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു, അല്ലേ? ആ രണ്ടാമത്തെ വാക്യത്തിൽ എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ആദ്യത്തെ പറഞ്ഞു പ്രബോധിപ്പിക്കണം, ഇവിടെ പറഞ്ഞു ഓർമ്മപ്പെടുത്തണം. പക്ഷെ രണ്ടും ഇംഗ്ലീഷിൽ കിടക്കുന്നത് ആൻഡ് വോൺ ദം എന്നാ, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെന്നാ, അല്ലേ? യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 62-ാം അധ്യായം 6-ാം വാക്യം, ഐസിയ 62:6, യെശയ്യാവ് 62:6. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. യെരൂശലേമിനെ നോക്കിയിട്ട് പറയാം, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ 24/7, അല്ലേ? 24 മണിക്കൂറും അവരെന്ത് ചെയ്യണം? മിണ്ടാതിരിക്കയില്ല. കാവൽക്കാരെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ അവിടെ കാവൽ കാത്തുകൊണ്ടിരുന്ന പോലെ മിണ്ടാതിരിക്കയില്ല. അപ്പോൾ ഇവിടുത്തെ കാവൽക്കാരൻ മ്യൂട്ടല്ല, അവനോട് ചില വാക്കുകൾ അവൻ്റെ വായി കൊടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്ന് അവന് കിട്ടി? യഹോവയുടെ വായിൽ നിന്ന് കിട്ടിയ, ദൈവത്തിൽ നിന്ന് കേട്ടത് അവൻ്റെ വായിലുണ്ട്. അത് രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അടുത്തത്, യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. നമുക്കൊരു സ്വസ്ഥതയും ഇല്ലാതെ വണ്ണം ദൈവത്തെ ഓർപ്പിക്കണമെന്നുള്ളൊരർത്ഥമാണ് അവിടെ വന്നത്. ഞാൻ അർത്ഥം തന്നെ എടുക്കുന്നു. ഇനിയൊരു വാക്യം, ഞാൻ സമയക്കുറവുകൊണ്ട് ഓടിച്ചു പോവുകയാണ്. ഹബക്കൂക്ക് 2-ാം അധ്യായം 1-ാം വാക്യം. പഴയ നിയമം നോക്കിയിട്ട് പുതിയ നിയമത്തിലേക്ക് വരാം. ഹബക്കൂക്ക് ചാപ്റ്റർ 2:1. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും. ഒരു ടവർ, ഒരു ഉയർന്ന ഒരു ടവർ, അല്ലേ? അവിടെ കയറി നിന്നിട്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന്, എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടുവെന്ന് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. ചില കാര്യങ്ങളിൽ വി നീഡ് ആൻസേഴ്സ്. ചില കാര്യങ്ങൾ നമുക്ക് ഉത്തരങ്ങളല്ല, ചില കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരം വേണം. പക്ഷെ പരിഹാരം എവിടെ നിന്നാണ് വരേണ്ടത്? സ്വർഗത്തിൽ നിന്നാണ് പരിഹാരം വരേണ്ടതെങ്കിൽ ഞാനൊരു കാവൽക്കാരനായി ആ കൊത്തളത്തിൽ, നീ പറഞ്ഞൊരു വാച്ച് ടവർ, അവിടെ കയറി നിന്നാൽ, കാരണം മറ്റെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ കയറി നിന്നാൽ എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിനുള്ള പരിഹാരം എന്തെന്ന് പറഞ്ഞു തരും. പക്ഷേ നമ്മളിന്ന് ദൈവം പറഞ്ഞു തരുന്ന പരിഹാരമല്ല നമ്മളെടുക്കുന്നത്. നമ്മൾ പലപ്പോഴും മനുഷ്യർ പറഞ്ഞു തരുന്ന പരിഹാരങ്ങളും നമുക്ക് തന്നെ നമ്മുടെ ബുദ്ധിക്ക് നേരെന്ന് തോന്നുന്നതും ഒക്കെയാണ് നമ്മൾ ഈ എടുക്കുന്നത്. അതുകൊണ്ടുള്ള ഒത്തിരി പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. വേറെ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം. വളരെ ഫേമസ് ആയ വാക്യമാണ്. ഏതാണ്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. 2 ദിനവൃത്താന്തം 7:14, 2 Chronicles 7:14. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. ആരാ ഈ വിളിക്കപ്പെട്ട ജനം? എവിടെയാ? അവരാരാ? അത് ഹു ആർ ദീസ് പീപ്പിൾ? ദൈവസഭ തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചിരുന്നെങ്കിൽ, കൂട്ടത്തിൽ അവരുടെ ദുർമാർഗങ്ങളും കൂടെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ആദ്യം നമ്മുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദേശത്തിന് സൗഖ്യമില്ലെങ്കിൽ അതിന് കാരണം ഭരിക്കുന്ന ഗവൺമെൻറ് അല്ല, ഇവിടെയുള്ള ദൈവത്തെ അറിയാത്ത അവിശ്വാസികളായ മനുഷ്യരല്ല, ഇവിടെയുള്ള വിഗ്രഹാരാധികളോ അങ്ങനെയുള്ളവരൊന്നുമല്ല. നമ്മൾ പലപ്പോഴും അങ്ങ് പറഞ്ഞ് അവരുടെ തലയിലോട്ടങ്ങ് വയ്ക്കും. അനുഭവിച്ചോ നമ്മളും കൂടെ അനുഭവിക്കുന്നത്. ദേശത്തൊരു അനർത്ഥം വന്നാൽ നമ്മളും കൂടെ അനുഭവിക്കുന്നത്. ആരുടെയാ കുറ്റം? നമ്മളെ തന്നെ താഴ്ത്തി ദൈവമോഹം അന്വേഷിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടും നമ്മുടെ ദുർമാർഗങ്ങൾ വിടാതെ അതിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടും ദൈവം നമ്മോട് ക്ഷമിക്കുന്നില്ല. അതുകൊണ്ടാണ് ദേശത്ത് അനർത്ഥം വരുന്നത്. ദേശത്തിന് സൗഖ്യം വരണമെങ്കിൽ ഞാൻ എപ്പോഴും ദ ഹീലിംഗ് ഓഫ് ദ ലാൻഡ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ചർച്ച്, അല്ലേ? നമ്മളെപ്പോഴും എന്തൊക്കെ കൊലപാതകങ്ങൾ, എന്തൊക്കെയാ. ഇപ്പം ഒരു സ്ഥിരം ഫാഷനാണ് ചിലരുടെ. എന്താണ്? ഞാനിപ്പം TV കാണാറേ ഇല്ല. എന്തിനാ മിനിറ്റിന് വേണ്ടി തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഫോണിൽ? എന്തിനാ TV കാണുന്നത്? പണ്ടാണെങ്കിൽ 10 മണിക്ക് വാർത്ത പോയിരുന്ന് കാണണം, അല്ലെങ്കിൽ 6 മണിക്ക് 6:10 പ്രാദേശിക വാർത്ത പോയി കേൾക്കണം. ഇപ്പം ആർക്കങ്ങനെ പോയി കേൾക്കണം? വലിയ ഗമേല പറഞ്ഞു, ഞാനിപ്പോൾ TV കാണാറില്ല പാസ്റ്ററെ. എങ്ങനാ? ഇപ്പം 24/7 തോണ്ടലല്ലേ? എന്തിനാ ഇപ്പോൾ TV പോയി കണ്ട് വാർത്ത കാണുന്നത്, അല്ലേ? അപ്പോൾ ഈ കാണുന്ന വാർത്തകളൊക്കെ എനിക്കങ്ങ് തലമരയ്ക്കുന്നതെല്ലാം കേട്ടിട്ട് എന്തുവാ? അതെ, ദേശത്ത് ഈ പറഞ്ഞ പോലെ സൗഖ്യമില്ല. എന്താണ് കാരണം? പോലീസ് ഫോഴ്സിൻ്റെ കുഴപ്പമാണോ? അല്ല. ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണോ? അല്ല. ഇവിടെ നീതിന്യായ കോടതി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണോ? അല്ല. എന്താണ് കുഴപ്പം?
ദൈവസഭ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവമോഹം അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്നില്ല. തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അവർ മാനസാന്തരപ്പെടുന്നില്ല പ്രിയപ്പെട്ട്. അതല്ലാതെ വേറൊരു കാരണം അവിടെ നമ്മൾ കാണുന്നില്ല. ഇനി നമുക്ക് മത്തായി സുവിശേഷത്തിലേക്ക് വരാം. 24-ാം അധ്യായം 42-ാം വാക്യം. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 42. മത്തായി 24:42. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. വാച്ച്മാൻ. വാച്ച്മാൻ്റെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്താ? കീപ് വാച്ച്, ബി അവേക്ക്. പണ്ടൊരു മത്തായി ചേട്ടൻ സെക്യൂരിറ്റി ജോലി കിട്ടി. രാത്രി പോയി 10 മണിക്ക് ഡ്യൂട്ടി കയറി. രാത്രി മുഴുവൻ ഉണർന്നിരിക്കണമെന്നാ. പുള്ളി 10 മണിയായപ്പോഴത്തേക്ക് ഉറക്കം വന്ന് പോയി കണ്ണ് മുഖം കഴുകി നോക്കി, എന്തൊക്കെ ചെയ്തിട്ടും രക്ഷയില്ല. പിന്നെ ആ പുള്ളിക്ക് ഓർമ്മ വന്ന് വേദോസം വായിക്കാം. പുള്ളി വേദോസം കൊണ്ടുവന്നിട്ടുണ്ട്. തുറന്നു വെച്ച് വായിച്ചു. ഏതാ വായിച്ചത്? നിങ്ങളൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പ് വായിക്കുന്ന സങ്കീർത്തനോ വായിക്കുന്നത്. എന്താണ്? ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല. ഓ, പുള്ളി പെട്ടെന്ന്, കർത്താവേ തമ്പുരാനെ, നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഉണർന്നിരിക്കേണ്ട ആവശ്യം ഇല്ല, എന്തായാലും നിനക്ക് ഉറക്കമില്ല, ലെറ്റ് മീ ഗോ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ് മത്തായിച്ചൻ കിടന്ന് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങി. ഇതാണ് നമ്മുടെ പ്രശ്നം. കാവൽക്കാരനെ ഉറങ്ങാൻ വേണ്ടിയല്ല അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, അതിനല്ല ശമ്പളം കൊടുക്കുന്നത്, ഉണർന്നിരിക്കാനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് ദിവസത്തിൽ നിങ്ങളുടെ കർത്താവ് വരുന്നു എന്നറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. മാർക്ക് ചാപ്റ്റർ 13 വേഴ്സ് 34. മർക്കോസ് 13-ാം അധ്യായം 34-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ നമ്മളെ ചിലത് ഏൽപ്പിച്ചിട്ട് നമ്മുടെ യജമാനൻ പോയി, തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. കന്യകുമാരുടെ 10 കന്യകുമാരുടെ ഉപമയിൽ അവരെല്ലാവരും ഉറങ്ങി. അവർ 10 പേരും ഉറങ്ങി. 10 പേരും കന്യകുമാരായിരുന്നു. 10 പേരും ഈ പറഞ്ഞ പോലെ ഒരേ ഉദ്ദേശത്തിലിരുന്നവരാ. 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു. 10 പേരുടെ കയ്യിലും തീപ്പെട്ടിയും ഉണ്ടായിരുന്നു. 10 പേരുടെ വിളക്കിലും എണ്ണയും ഉണ്ടായിരുന്നു. മണവാളം വരുന്ന ആരവം കേട്ടപ്പം 10 പേരും എഴുന്നേറ്റ്. 10 പേരും വിളക്ക് കത്തിച്ചു. 10 പേരുടെയും വിളക്ക് കത്തി. പക്ഷേ മുന്നോട്ട് പോയപ്പോഴാണ് 5 പേരുടേത് അണഞ്ഞു പോയി. ആദ്യം കത്താത്തൻ്റെ കുഴപ്പമല്ലേ, 10 പേരുടെയും കത്തി. പക്ഷേ 5 പേരുടേത് കെട്ടുപോയി. എന്താ? വിളക്കോടുകൂടെ എണ്ണ എടുത്തില്ല. അവിടെ നോക്കിയേ, ആ വിളക്കോടുകൂടെ എണ്ണ എടുത്തവരാ മണവാളിൻ്റെ കൂടെ പോയത്. ഇന്ന് നമ്മൾ കന്യകയാണെന്ന് പറയുന്നു, മണവാട്ടിയാണെന്ന് പറയുന്നു, ഈ പറഞ്ഞ നമ്മളും കാത്തിരിക്കുക എന്ന് പറയുന്നു. നമ്മളും ഈ പറഞ്ഞ പോലെ വിളക്കും കൂടെ കയ്യിലുണ്ട്, വിളക്ക് കത്തിക്കാനുള്ള ഏർപ്പാടും ഉണ്ട്. കത്തിച്ച എച്ചരയൊക്കെ ഒന്ന് കത്തി നിൽക്കും, അതിനുള്ള ഏർപ്പാടും ഉണ്ട്. പക്ഷേ കത്തി തന്നെ നിൽക്കണം, എങ്കിലേ ആ മണവാളിൻ്റെ കൂടെ പോകാൻ പറ്റൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ അതുപോലെ നമ്മുടെ ഉള്ളിൽ ആ എണ്ണ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ട. എത്രത്തോളം ആ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടോ അത്രത്തോളം നമ്മുടെ ജീവിതം പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുന്നവരാണ് പ്രിയനോടുകൂടെ നമ്മളും പോകാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ വേറൊന്നുമല്ല, ഈ വാക്യങ്ങളിലൂടെ ദൈവം പറയുന്നത് ബി വിജിലൻ്റ് ആൻഡ് അലേർട്ട്. ദൈവസഭയോട് ഞാൻ പറയാം, എന്നോട് പറഞ്ഞു, മോനെ നീ ഹൗ മച്ച് അലേർട്ട് ആർ യു, ഹൗ അലേർട്ട് ആൻഡ് ഹൗ വിജിലൻ്റ് ആർ യു. ലോകം മൊത്തം കിടന്ന് ഉറങ്ങട്ടെ, സഭകളൊക്കെ എന്തും കാണിക്കട്ടെ, പക്ഷേ എന്നോട് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ബി വിജിലൻ്റ് ആൻഡ് അലേർട്ട് അല്ലേ. കാരണം പൊട്ടൻഷ്യൽ ത്രെറ്റ്സ് എവിടെ നിന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഒരു വാച്ച്മാൻ അലേർട്ടായിരിക്കണം. അവൻ പെട്ടെന്ന് കാഹളമൂതി ജനത്തെ അറിയിക്കണം, അല്ലെങ്കിൽ ഒരു വിസിലടിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അവന് അലേർട്ട് കൊടുക്കണം. ഒരിക്കലും വലിയ ഒരു ട്രെയിൻ അപകടം ലെവൽ ക്രോസിലുണ്ടായി. ഒത്തിരി പേര് മരിച്ചു. എൻ്റെ ലോക്കോ പൈലറ്റും എല്ലാം മരിച്ചു. അവസാനം എൻ്റെ കേസ് ഇങ്ങനെ വിസ്താരം നടക്കുക. അപ്പം ആ ലെവൽ ക്രോസിൽ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു. അവനെ വിസ്തരിച്ചു. എടോ താൻ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. എത്ര മണി? ശരി, ഇത് എത്ര മണിക്ക് ആ ട്രെയിൻ എത്ര മണിക്ക് വന്നു? എടോ താൻ ഈ ആപത്ത് കണ്ടോ? കണ്ടു സാർ, ഞാൻ പാളത്തിലൊരു തടസ്സം കണ്ടു, അത് ഞാൻ അറിയിക്കാൻ വേണ്ടി ഞാൻ എന്നാലാവുന്നു. എന്ത് ചെയ്തു താൻ? ഞാൻ പെട്ടെന്ന് വിളക്കെടുത്ത് കത്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് ഓടി ആ ട്രെയിൻ വരുമ്പോൾ ഞാൻ കയറി നിന്നിങ്ങനെ വീശി കാണിച്ചു. എന്നിട്ട് ഞാൻ വീശി അതിങ്ങനെ എൻ്റെ അടുത്തോട്ട് വന്ന് നേരെ കയറിപ്പോയി ഇടിച്ച് തകർന്ന് എല്ലാവരും മരിച്ചു. അപ്പം ജഡ്ജി ചോദിച്ചോടോ, താനപ്പം ഈ ആപത്ത് കണ്ടിട്ട് മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി നീ ആ വിളക്കെടുത്ത് നീ കാണിച്ചല്ലോ, ചുമന്ന വിളക്കെടുത്ത് വീശിയല്ലോ. വീശി സാറേ, വീശി, യുവർ ഓണർ, ഞാൻ വീശി. ശരി, ജഡ്ജി അത് രേഖപ്പെടുത്തി. അവനവൻ്റെ ജോലി ചെയ്തു. എന്തുകൊണ്ടോ ലോക്കോ പൈലറ്റ് കണ്ടില്ല. അവൻ ആ സാക്ഷിക്കൂട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അവൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, നല്ല നേരം കത്തിച്ചിട്ടാണോ വീശി എന്ന് ചോദിക്കാത്ത ഭാഗ്യം.
വെപ്രാളത്തിലെടുത്ത് വീശി. പക്ഷേ അതിനകത്ത് എന്തില്ലായിരുന്നു? വിളക്കില്ല, കത്തിയിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മളും കിടന്നുകൊണ്ട് വീശുകയാണ്, എല്ലാവരും വീശുകയാണ് അല്ലേ? ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരു അലേർട്ട് ആരെങ്കിലും ആവുന്നുണ്ടോ? എണ്ണയില്ലാത്ത വിളക്കെടുത്ത് വീശിയിട്ട് കാര്യമില്ല. അന്ത്യകാലത്തെ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ടുള്ള ദൈവസഭ ആത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിനാൽ നമ്മൾ സാക്ഷികളായിരിക്കണം. ആത്മാവിൽ നമ്മുടെ പ്രാർത്ഥന, ആത്മാവിലുള്ള നമ്മുടെ ശുശ്രൂഷകൾ, ആത്മാവിലുള്ള നമ്മുടെ സുവിശേഷ ദൂത് പറയുമ്പം പോലും ദൈവത്തിൻ്റെ ആത്മാവ് ചിലത് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പേരത് വിശ്വസിക്കുന്നു? സോ ബി വിജിലൻ്റ് ആൻഡ് അലേർട്ട്. അടുത്തത്, ബി റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ്. ഒരു വാച്ച്മാൻ തനിക്ക് വേണ്ടിയല്ല വാച്ച് ചെയ്യുന്നത്. ഹീസ് വാച്ച്ഫുൾ ഫോർ ദ ഹോൾ സിറ്റി. ആ പട്ടണത്തിന് മുഴുവനും കാക്കാനാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ വി ആർ റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ സ്വാർത്ഥർ എവിടാന്ന് ചോദിച്ചാൽ സഭയ്ക്കകത്ത. ഞാനും എൻ്റെ കാര്യവും, ഞാനും എൻ്റെ കുടുംബവും അല്ലേ, ഞാനും എൻ്റെ ശുശ്രൂഷയും, ഞാനും എൻ്റെ പള്ളിയും, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു കാര്യമില്ല. അല്ല, നമ്മുടെ പട്ടണത്തിന് വേണ്ടി ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അടുത്തത്, ദ പ്രൊക്ലമേഷൻ ഓഫ് ട്രൂത്ത്. സത്യം ഉള്ളതുപോലെ വിളിച്ചു പറ, ബാക്കി ദൈവം നോക്കിക്കോളൂ അല്ലേ? ദൈവവചനം സത്യമായിട്ടുള്ളത് വിളിച്ചു പറ. അടുത്തത്, മണവാളന് വേണ്ടി കാത്തിരിക്കുക. പക്ഷെ ആ സമയത്ത് ബി ഇൻ പ്രെയർ ആൻഡ് ഇൻ്റർസെഷൻ. പ്രാർത്ഥിക്കുകയും മധ്യസ്ഥതയ്ക്കുകയും ചെയ്യുക. അതെത്രയും നമ്മൾ ചെയ്യുന്നു അത്രത്തോളം ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദൈവം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ. യെശയ്യാവിൻ്റെ പുസ്തകം 56-ാം അധ്യായം 10, 11, 12 വാക്യം. ഐസയ ചാപ്റ്റർ 56, 10-12. യെശയ്യാ 56-ൻ്റെ 10, 11, 12. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ. ഇവിടെ ദൈവം പറയുക, അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ. കാഴ്ചയില്ലാത്ത ആരെങ്കിലും സെക്യൂരിറ്റി പണിക്കെടുക്കൂ അല്ലേ? എക്സോറൈസ്മെന്നെ എടുക്കത്തുള്ളൂ, പക്ഷേ കാഴ്ച വേണം. അത് പ്രൈമറി അല്ലേ? ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച വേണം. കാവൽക്കാർ കുരുടന്മാർ. അടുത്തത്, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ. ബോധവും പൊക്കണവും ഇല്ലാത്തവരാണ് ഇവര്, പരിജ്ഞാനമില്ലാത്തവർ. അടുത്തത്, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ. അടുത്തത്, ഈ കാവലുമായിട്ട് ബന്ധപ്പെട്ടാണ് കാവൽ നായ്. അപ്പം ഇതൊരു നായോട് ഉപയോഗിച്ചാൽ ഈ നായ്ക്ക് ഒരിക്കലും കുരയ്ക്കാൻ കഴിയത്തില്ല. ഇടയ്ക്ക് ഞങ്ങൾ ഒരു വീട്ടിൽ പോയപ്പം ഒരു വലിയ പട്ടിയെ കണ്ട്. എത്രയോ ഭയങ്കര വിലയുള്ള പട്ടിയാണ്. കണ്ടാൽ നമ്മൾ പേടിച്ചു, ഇത് പട്ടിയാണോ വേറെ വലിയ മൃഗമാണോ എന്ന് തോന്നുന്നു അത്രയ്ക്ക്. പക്ഷെ അവസാനം ഒരു കാര്യം മനസ്സിലായി, പുള്ളി കുരയ്ക്കത്തില്ല. പണ്ടൊക്കെ നമ്മൾ പട്ടിയെ വളർത്തുന്നത് തന്നെ കുരയ്ക്കാൻ വേണ്ടിയാണ്. ഒരു അനക്കം കണ്ടാൽ ഇത് കുരയ്ക്കും. ഇപ്പോഴത്തെ പട്ടി ഇങ്ങനെ കുളിച്ചു ഒരുങ്ങി സെൻറ്റും ഒക്കെ പുരട്ടി ഇങ്ങനെ വീടിനകത്തൂടെ നടന്ന്. ഇടയ്ക്ക് വേറൊരു വീട്ടിൽ ചെന്നപ്പോഴാണ് ആ വീട്ടുകാർ പറഞ്ഞു, അവരുടെ ബന്ധുക്കാർ നാട്ടിൽ നിന്ന് വന്നപ്പം അവർ തമിഴരാ, അവർ ഇതൊരു നായാ എന്ന് ചോദിച്ചെന്ന്. അതായത് കുരയ്ക്കാത്ത പട്ടിയാണോ എന്ന് ചോദിച്ചതെന്ന് അല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അവർ കുരയ്ക്കാൻ അറിയാത്ത ഊമ നായ്ക്കൾ. അടുത്തത്, അവർ നിദ്രാപ്രിയന്മാരായി. അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമുള്ളൂ, എന്താണ്? രാവിലെ എത്ര മണിക്കാണ് എണ്ണീക്കുന്നത്? നിങ്ങൾ എത്ര മണിക്കാണ് എണ്ണീക്കുന്നതെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എങ്ങനെ അറിയാം? നിങ്ങൾ 1 മണിക്ക് 2 മണിക്കൊക്കെ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ എന്ത് ചെയ്യാമെന്ന്. ഞാൻ നാട്ടെ 3 മണിക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ആരൊക്കെ ലൈവായിട്ടോ ആരൊക്കെ അവൈക്കായിട്ടിരിക്കുന്നുള്ളത് അറിയാം. അങ്ങനെ 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് ഉണർന്നിരുന്നാൽ പിന്നെ രാവിലെ എണ്ണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞാൽ 12 മണിക്ക് എണ്ണിക്കത്തുള്ളൂ. നിദ്രാപ്രിയന്മാരായി. അടുത്തത്, ഈ ഒരുപാട് കിടന്ന് ഉറങ്ങുമ്പോൾ പിന്നെ എന്തോന്ന് കാണും? സ്വപ്നം. അയ്യോ എൻ്റെ അമ്മോ, എൻ്റെ അടുത്ത് ഇപ്പം ഓരോരുത്തരൊക്കെ വന്നിട്ട്, പാസ്റ്ററെ ഞാൻ ഒരു സ്വപ്നം കണ്ട്. ഞാൻ എന്തിരി യോസേഫാ എല്ലാവർക്കും സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുക. ഞാൻ എന്താ കണ്ടത്? ഒരു കറുത്ത ആന. ഇതൊക്കെ നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുകയാണ് അല്ലേ? ഇതിനൊന്നും വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ദർ ആർ ഡ്രീംസ് ആൻഡ് ദർ ആർ വിഷൻസ് അല്ലേ? നമുക്ക് കാണേണ്ടത് ദർശനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഈ ചുമ്മാ കിടന്ന് ഉറങ്ങിയിട്ട് കണ്ടുകൊണ്ടിരുന്ന സ്വപ്നവും കൊണ്ടുകൊണ്ടൊന്നും ഇവിടെ വരരുത്. അതിനൊന്നും വ്യാഖ്യാനമില്ല, അത് നിങ്ങൾ വ്യാഖ്യാനിച്ചെടുത്തോ. പക്ഷേ ദൈവം തരുന്ന ദർശനങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അതിൻ്റെ വ്യാഖ്യാനം തന്നിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ എവിടെയും പോയി നിങ്ങളത് ചെയ്യണ്ട അല്ലേ? ഗോഡ് വിൽ ഗിവ് യു വിഷൻസ്. ഓക്കെ, അവിടെ ഓർക്കണം. അപ്പോൾ ഇവിടെ കുരയ്ക്കാനും അറിയത്തില്ല, ഉറക്കം മാത്രം, പിന്നെ സ്വപ്നവും. അടുത്ത വാക്യം,
ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ നായ്ക്കൾക്കൊരു കുഴപ്പമുണ്ട്, ഒരിക്കലും തൃപ്തി വരത്തില്ല. എത്ര തിന്നാലും എത്ര കിട്ടിയാലും മതി വരത്തില്ല. അടുത്തത് ഈ ഇടയന്മാരോ, അയ്യോ ഈ ഇടയന്മാർ, അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ വർഗത്തെയായി പറയുന്ന ആരാ? ഇന്നത്തെ പാഷർമാരോ, സൂക്ഷിപ്പാൻ അറിയാത്തവർ. ദൈവത്തിൻ്റെ ആടുകളെയാ ദൈവം ഇടയന്മാരുടെ കൈ കൊടുക്കും. നിങ്ങൾ ആരും പാസ്റ്റർമാരുടെ ആടുകളല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ആടുകളെന്നാണ് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആടുകളെ ദൈവം ഇടയന്മാരുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ല. അടുത്തത്, അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തൻ താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇന്ന് പാസ്റ്റർമാരുടെ പരിപാടി എന്തൊക്കെയാണ്? മണി ചെയിൻ ബിസിനസ്, എന്തൊക്കെ പരിപാടികളാണെന്നറിയാം. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു, പക്ഷേ ഞാനിപ്പം ഭയങ്കര തിരക്കില്ല, ഗോഡ് ഹാസ് ബ്ലെസ് മീ. ഞാൻ പറഞ്ഞു, ശുശ്രൂഷയൊക്കെ അല്ല, ഞാനിപ്പം സ്റ്റോക്ക് ആൻഡ് ഷെയറിലാണ്, ആൻഡ് ഐ എം എൻ അഡ്വൈസർ ഉണ്ടാവും. സോ പാസ്റ്റർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, പാസ്റ്റർ ചർച്ചിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഐ ക്യാൻ ഗൈഡ് ദം. ഞാൻ പറഞ്ഞു, ചുരുക്കി പറഞ്ഞാൽ ഇപ്പം എന്താണ്? വൈ രാജാ വൈ. ഇതാണ് പാസ്റ്റർമാർ. എനിക്ക് സ്നേഹമുള്ളൊരു സഹോദരനായിട്ട് എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, കഷ്ടം. നല്ലവണ്ണം വചനം പറയുന്ന, നല്ലവണ്ണം ബൈബിൾ സ്റ്റഡീസ് എടുത്തുകൊണ്ടിരുന്ന ദൈവമനുഷ്യനാണ്. ഇപ്പം സ്റ്റോക്ക് ആൻഡ് ഷെയറിലോട്ടും കയറി. എന്താണ്? സ്റ്റോക്ക് ബ്രോക്കിങ്ങിൽ കയറിയിട്ട് എല്ലാവരും അഡ്വൈസ്. എന്നിട്ട് പുള്ളി ഞങ്ങളുടെ ചോദിച്ചാൽ എല്ലാവരും ഇപ്പം റിച്ചാണ്. അത് ഇവിടെ കൂടെ വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. വരണോ? ഇത് കഴിഞ്ഞിട്ട് എന്നെ ചോദിക്കുന്നത് അത് ഏത് പാസ്റ്റർ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. 12-ാം വാക്യം വായിച്ചോ. അടുത്ത വാക്യം, വരുവിൻ, ഞാൻ പോയി വീഞ്ഞ് കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ എന്നവർ പറയുന്നു. കേട്ടോ, അവർ പറയാം, വരുവിൻ നമുക്ക് കുടിച്ച് സൂഹിച്ച്, ഈ പറഞ്ഞല്ലേ, തിന്നാം, കുടിക്കാം, സന്തോഷിക്കാം, ആനന്ദിക്കാം. ഇതെടുത്തത് ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ. അതായത് നാളെ ഇങ്ങനെ തന്നെ, കുഴപ്പമൊന്നുമില്ല. കേമോ, ഇന്ന് കേമോ അല്ലായിരുന്നോ? അടുത്ത ആഴ്ച ഇങ്ങനെ തന്നെ ആയിരിക്കും. അടുത്ത ആഴ്ച ഇങ്ങനെ ആയിരിക്കുമോ? അടുത്ത ആഴ്ച നമ്മൾ കാണുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഈ അവസ്ഥയിലായിരിക്കുമോ ചിലപ്പം നമ്മൾ? അടുത്ത ആഴ്ച നമുക്കറിയത്തില്ല. നാളെ നമുക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നത്തെ പോലെ തന്നെ നാളെയും, ഈ ആഴ്ച പോലെ അടുത്ത ആഴ്ചയും കേമമായിട്ട് പോവും എന്ന് പറയരുത്. അങ്ങനെ പറയുന്നവരായി ഇടയന്മാർ. ദയവായി 2 കൈയും കൂപ്പിക്കൊണ്ട് പറയാം, വഞ്ചിക്കപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ഡു നോട്ട് ബി ഡിസീവ്ഡ്. അല്ലേ? ലെറ്റ് us ബി വാച്ച്മെൻ ഓവർ ദ സിറ്റി. ദേശത്ത് ദൈവം നമ്മളെ എന്തിനാക്കിയോ അതിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ. സമയക്കുറവുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഒന്ന് നിർത്തിയിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ദൈവം കഴിഞ്ഞ ശനിയാഴ്ച, ഇന്നലെയല്ല അതിന് മുമ്പത്തെ ശനിയാഴ്ച, ഇതേപോലെ വെളുപ്പിന് രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഞാൻ എന്നപ്പം പെട്ടെന്ന് ദൈവാത്മാവിൽ അന്നെനിക്ക് ഞാൻ ഇച്ചിരി മനസ്സിലൊരു എന്നെ അലട്ടുന്നൊരു വിഷയം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിനൊക്കെ ഒരു പരിഹാരം നീ തരണമേ, നീ അതിനായിട്ട് എന്താണ് എന്നോട് സംസാരിക്കുന്നത്? വ്യക്തമായിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പം എനിക്ക് നല്ല ബോധ്യമുണ്ടായി. കാര്യം ആരും ഉണർന്നിരിപ്പില്ല, 3 മണി സമയമാണ്, ഒരു ശബ്ദവും കേൾക്കാനില്ല, വളരെ സൈലൻറ്റ്. പക്ഷെ എനിക്ക് നല്ലോണം മനസ്സിലായി, കർത്താവ് ഈ പൗലോസ് പറഞ്ഞത് എൻ്റെ അടുത്ത് വന്ന് നിന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു. നല്ല ബോധ്യമുണ്ട്. എന്താണ് പറഞ്ഞതെന്നറിയാമോ? മത്തായി സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 40. മത്തായി 5:40. വാക്യം ഇങ്ങനെയാണ്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. അത് ഇംഗ്ലീഷിൽ, ഇഫ് someone comes and he's kind of demanding your shirt, give your coat also. അവരുടെ നോട്ടം ഇപ്പോൾ എൻ്റെ ഷർട്ടാണ്. എൻ്റെ ഷർട്ട് ആയിരിക്കും ചിലപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി, ചിലപ്പോൾ എൻ്റെ ടൈറ്റിലായിരിക്കും, ചിലപ്പോൾ എൻ്റെ വാട്ട് എവർ ഇറ്റ് ഈസ്. അതിനെ ചിലപ്പോൾ ഒരാൾ വന്നങ്ങ് ഡിമാൻഡ്, അത് വ്യവഹരിച്ച് അങ്ങ് വഴക്കുണ്ടാക്കിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്തോ കൊടുക്കണമെന്നാണ് പറഞ്ഞത്, കൊണ്ടുപോ എന്ന് പറഞ്ഞ് ഊരി കൊടുക്കുകയല്ല. ഞാനന്ന് തേച്ച് തരട്ടെ, പിന്നെ ഇത് മാത്രം ഇട്ടാൽ ചേരത്തില്ല, എൻ്റെ കൂടെ മാച്ചിങ് ഉണ്ട്, എന്താണ്, ഓവർകോട്ടും കൊണ്ട് അതും കൂടെ തന്നെ, 2 കൂടെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കൊടുത്താൽ എങ്ങനെയിരിക്കും? മലയാളത്തിൽ
പുതപ്പെന്ന പുതപ്പ്. ലൂക്കോസ് 6:29 അതേ വാക്യമുണ്ട്. അവിടെ നിൻ്റെ പുതപ്പെടുത്ത് കളയുന്നതിന് വസ്ത്രവും തടുക്കരുത്. അവിടെ എന്താണെന്നറിയാം, അകത്ത് കിടക്കുന്നതല്ല, പുറത്തുള്ളതിനാ വന്ന് പിടിച്ച്, ഔട്ടർ ഗാർമെൻറ്റിനാണ് പിടിച്ച്. പക്ഷേ അപ്പം പറയാം, അയ്യോ അത് മാത്രമായിട്ട് കൊണ്ടുപോകണം, ഇതും കൂടെ ഉരുത്തരാം. നമ്മൾ പറയും പുതപ്പല്ലേ കൊണ്ടുപോയുള്ളൂ, ഉടുപ്പുണ്ടല്ലോ. പക്ഷെ ഇവിടെ പറയാം, അപ്പം നോക്കണേ, ദൈവം എന്ത് വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞു ഉടുപ്പ് ചോദിക്കുകയാണെങ്കിൽ പുതപ്പ് കൊടുക്കുക, പിന്നെ പറയാ പുതപ്പന പിടിയെങ്കിൽ ഉടുപ്പും കൂടെ കൊടുത്ത്, രണ്ടായാലും രണ്ടും കൊടുത്തേക്കണം. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഗാർമെൻറ്റ്. പുറപ്പാട് 22-ാം അധ്യായത്തിൽ അവിടെ ഒരു വസ്ത്രം നീ പണയമായിട്ട് മേടിച്ചു വെച്ചാൽ 27-ാം വാക്യത്തിൽ എന്താണെന്നറിയാമോ, അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ്, അതുമാത്രമല്ലോ അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രം, അവൻ പിന്നെ എന്തോന്ന് പുതച്ച് കിടക്കും? അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. നമുക്ക് ഈ പുതപ്പും കൂടെ വിട്ടാലില്ല, എനിക്ക് രാത്രി തണുക്കും, ഈ പുതപ്പ എന്നെ ഒന്ന് രക്ഷിക്കുന്നത്. അങ്ങനെയുള്ള പുതപ്പ് ഒരാൾ എടുത്തുകൊണ്ട് പോയാൽ, ഈ തണുക്കുന്നവൻ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം കരുണയുള്ളവരാണ്ട് ആ പ്രാർത്ഥന കേൾക്കുമെന്ന. നിങ്ങളുടെ പുതപ്പ് വല്ലവരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? നിങ്ങളുടെ വീതം വല്ലവരും തട്ടിയെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും നന്മ ആരെങ്കിലും ചതിച്ചെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുക, ദൈവം കേൾക്കും, ദൈവം കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആലോചന വ്യക്തമായിട്ട് ദൈവസഭയോട് ഞാൻ പറയുക, നമുക്ക് നേരെ വ്യവഹാരം ചെയ്തൊരു ഒത്തിരി പേര് കാണും, പക്ഷേ ആരോടും നമുക്ക് പരിഭവമില്ല, ആരോടും നമുക്ക് പകരം വീട്ടാനും പറ്റത്തില്ല. നമുക്കുള്ളത് കരുണയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക, കരുണയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 12-13 വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ വസ്ത്രം പുതച്ച് ഉറങ്ങി നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അവന് മടക്കി കൊടുക്കണമെന്ന്. അതിൻ്റെ അർത്ഥം ഒരു പണയം മേടിച്ച ഒരു പുതപ്പ് പോലും നീ വെച്ചുകൊണ്ടിരിക്കരുത്, കൊടുത്തേക്കണമെന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്താണ് നമ്മുടെ പുതപ്പിനൊന്ന് വേറൊരാൾ പിടിച്ചാൽ എന്ത് ചെയ്യും? ഉടുപ്പും കൂടെ കൊടുക്കുക. ഉടുപ്പാണ് പിടിക്കുന്നതെങ്കിൽ പുതപ്പും കൂടെ കൊടുത്തേക്കുക. ഫിലിപ്പിയ ലേഖനം 5-ാം അധ്യായം 2-ാം അധ്യായം 5 മുതൽ വായിക്കണ്ട. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെ വായിക്കുമ്പം, സമയക്കുറവോട് ഞാനന്ന് നിങ്ങൾ ഹോംവർക്കായിട്ട് കുറിക്കുന്നവർ കുറിച്ചോ, പിന്നെ വായിച്ചു നോക്കണം. ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്താണ്? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. പിന്നെ എഴുതിയിരിക്കും തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. അനുസരണം. ആ വാക്യം ഞാൻ വായിക്കാതെ അങ്ങ് വിടുക, ആ വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, മാത്യു 23:23, മത്തായി 23:23 അവിടെ എഴുതിയിരിക്കുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ. അവിടുത്തെ വിഷയം ഞാൻ ഇത്രയേ ഉള്ള അവിടുത്തെ ഉദ്ദേശം. നമ്മൾ ഈ പറഞ്ഞ മറ്റ് വലിയ കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മൾ ഈ പറഞ്ഞ എന്താ പതാരം കൊടുക്കുന്നത് അല്ലാത്ത എല്ലാം നമ്മൾ പറയും. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് ഘനമേറിയവ ത്യജിച്ചു കളയുന്നു. നമ്മൾ എന്തെങ്കിലും മിനിസ്ട്രിയിൽ ചെയ്യുന്നതോ മിനിസ്ട്രിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവം പറയുന്നത് അതൊന്നുമല്ല ഘനമുള്ളത്. നീ ഘനമേറിയത് ചിലതുണ്ട്. അടുത്ത വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഓടിച്ചു പോവാണേ. The Lord was asking, do you want to take revenge or retribution? ദാവീദും ശൗലും. ദാവീദിന് ഈ പറഞ്ഞ വാഗ്ദത്തം ഉണ്ടായിരുന്നു രാജാവാകുമെന്ന്. പക്ഷേ കിടന്ന് ഓട്ടത്തോട് വീട്ടിലിരിക്കാൻ വയ്യ, ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിൽക്കാൻ വയ്യ, കുന്നിലും മലയിലും ഗുഹയിലുമാണ് കിടന്ന് ഓട്ടം. അപ്പോൾ ഒരിക്കൽ ഒത്തു കിട്ടി തൻ്റെ ശത്രുവിനെ തീർക്കാൻ. അപ്പോൾ കൂടെ ഉള്ളവർ പറയാ, അതെ ദൈവമാണ് നിൻ്റെ കൈ കൊണ്ട് തന്നത്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒറ്റ കുത്ത്, രണ്ടാമതൊരു കുത്തിൻ്റെ ആവശ്യമില്ല. വേണ്ട, നിനക്ക് വാഗ്ദത്തം ഉള്ളതല്ലേ, അതെ, പിന്നെ കുത്തിയാൽ എന്താ കുഴപ്പം? വേണ്ട. പക്ഷെ ഒരബദ്ധം കാണിച്ചു ദാവീദ്. എന്താണെന്നറിയാമോ? എന്നാലും എൻ്റെ കൈ കിട്ടിയിട്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടുകൊണ്ടാണ് നീ ജീവിക്കുന്നതെന്ന് അവനൊന്ന് അറിയണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉറക്കത്തിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ചെറിയ, നമ്മുടെ തയ്യക്കടയിൽ ഷർട്ട് തുണി കൊണ്ട് കൊടുക്കുമ്പം ഒരു മൂല മുറിച്ചെടുത്ത് ക്ലിക്ക്
ക്ലിപ്പ് ചെയ്ത് തരത്തില്ലേ ബില്ലിൽ, അതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്ത്. പക്ഷേ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് മാറിയപ്പം അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അവൻ്റെ ഉള്ളം കുത്തി. യോ, ഞാൻ എന്തിനത് ചെയ്തു? ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇംഗ്ലീഷ് സർവീസ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷയിലും ഞാനും ഇതുപോലെ പലപ്പോഴും ചെറിയ പീസൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. കൊല്ലാനുള്ള ഒരു മനസ്സ് വന്നില്ല ആരെയും, പക്ഷെ മുറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ മുറിച്ചപ്പം ഇരിക്കട്ടെ ഒരു തെളിവ്, കാരണം നാളെ എനിക്കൊന്ന് കാണിക്കണം. കണ്ടോ നിന്നെ എൻ്റെ കൈ കിട്ടിയിട്ട് ദേ തെളിവ്. പക്ഷേ എന്തോ ഈ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് മനസ്സ് കുത്തുന്നു. എന്തിനാ നീ അത് മുറിച്ചെടുക്കുന്നത്? ആരെ കാണിക്കാനേ ഈ തെളിവ്? എന്തിനാ? അവസാനം നമുക്കറിയാം, ഈ മുറിച്ചെടുത്തത് കൊണ്ടൊന്നുമല്ല ദാവീദ് രാജാവായത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളതുകൊണ്ടാണ് രാജാവായത്. ഞാനും നിങ്ങളും ഒന്ന് ഓർക്കണം, നമുക്കൊരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇൻ ഗോഡ്സ് ടൈം ഹീ വിൽ ഫുൾഫിൽ ഇറ്റ്. നെവർ ബിഫോർ ടൈം ഡു എനിത്തിങ്. സമയത്തിന് മുമ്പ് ഒന്നും കയറി ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതൊന്നുകൂടെ ഡിലേ ആവുമെന്നല്ലാതെ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ സമയത്ത് നിറവേറാതെ പോകും. അതിന് കാരണം ദൈവമല്ല, നമ്മളാ പ്രിയപ്പെട്ടവരെ. ജനറോസിറ്റി ആൻഡ് സെൽഫ്ലെസ്നെസ്, നമ്മൾക്കിങ്ങനെ ഇതും കൂടി ഊരിക്കൊടുക്കണമെങ്കിൽ ആ ഒരു ജനറോസിറ്റി, ഒരു സെൽഫ്ലെസ്നെസ് നമുക്ക് തോന്നണം. അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എ കൺസെപ്റ്റ് ഓഫ് നോൺ റിറ്റാലിയേഷൻ ആൻഡ് ഫോർഗിവ്നെസ്. തിരിച്ചടിക്കുക എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. 2, അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കണം. മേ ബി പീപ്പിൾ ആർ അൺജസ്റ്റ് ടുവേർഡ് യു. നമ്മോട് ചിലപ്പം അനീതി ആയിരിക്കും മനുഷ്യർ കാണിക്കുന്നത്, പക്ഷേ റെസ്പോണ്ട് ടു ഇൻജസ്റ്റിസ് വിത്ത് ഗ്രേസ് ആൻഡ് ഹ്യൂമിലിറ്റി. ഇങ്ങോട്ട് അനീതി ആയിരിക്കും മനുഷ്യർ കാണിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം ഇങ്ങോട്ട് കാണിക്കുന്നില്ല, അങ്ങോട്ട് ചെയ്തതിന് ഇങ്ങോട്ടില്ല. ശരി, അത് അൺജസ്റ്റിസ് ആണ്, പക്ഷേ അതിന് കൃപയോടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ താഴ്മയോടെ അതിന് പ്രതികരിക്കുക. ബൈബിളിലെ 3 പ്രധാന കാര്യങ്ങളാണ്. 1 ലവ്, സ്നേഹം, 2 മേഴ്സി, കരുണ, 3 ഫോർഗീവ്നെസ്, ക്ഷമ. ദീസ് ആർ ദ സെൻട്രൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, റൈറ്റ് അല്ലേ? സ്നേഹവും ക്ഷമയും കരുണയും ഇത് നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വി കനോട്ട് ഡു, യു കനോട്ട് ഗിവ് മോർ ദാൻ വാട്ട് വാസ് ഡിമാൻഡഡ്. നമ്മോട് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തതിനേക്കാൾ അധികം അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്നോട് ദൈവം അന്ന് വെളുപ്പിന് പറഞ്ഞൊരു കാര്യം, മോനെ, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ ആൻഡ് ജസ്റ്റിസ്. ദൈവത്തിൻ്റെ ജസ്റ്റിസ്, ദൈവത്തിൻ്റെ നീതിയിൽ നീ വിശ്വസിക്കുക. 2, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ. ദൈവം നിന്നെ നടത്തിയില്ലേ ഇതുവരെ? ദൈവം നടത്തിയില്ല. ഈ ചർച്ച് ഇപ്പം അടുത്ത ഡിസംബർ 30 ആകുമ്പോഴത്തേക്ക് 7 വർഷം ഈ സ്ഥലത്ത് തന്നെയായി. ഒരു കുറവും വരുത്താതെ ദൈവം നടത്തി. ഒരു കുറവും വരുത്തിയില്ല പ്രിയപ്പെട്ടവരെ. ആ കോവിഡ് സമയത്ത് എല്ലാ ചർച്ചും ലോക്ക്ഡൗണിൽ പൂട്ടിയപ്പം ഈ ചർച്ച് തുറന്ന് ലൈവ് സ്ട്രീം പോയിക്കൊണ്ടിരുന്നു. പ്രീ റെക്കോർഡഡ് അല്ലായിരുന്നു, ലൈവ് സ്ട്രീമായിരുന്നു. അന്ന് എവിടെയൊക്കെ പോലീസുകാർ നിൽക്കുമെന്ന്, എവിടെയൊക്കെ പിക്കറ്റ് ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. അതിന് പോലീസുകാർക്ക് തന്നെ നമ്മുടെ പരിചയമായി. കയറി വന്ന് ഇവിടെ വന്ന് ലൈവായിട്ട് പാടി, ലൈവായിട്ട് പ്രസംഗിച്ചു. അതെല്ലാം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി. അതിൻ്റെ അർത്ഥം ഒരു കുറവും ദൈവം വരുത്തിയില്ല. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ ആൻഡ് ഗോഡ്സ് ജസ്റ്റിസ് റാദർ ദാൻ ക്ലിങ്ങിങ് ടു മെറ്റീരിയൽ പൊസഷൻസ് ഓർ പേഴ്സണൽ റൈറ്റ്സ്. നമുക്ക് ഈ മെറ്റീരിയൽ ഞങ്ങളുടേതാ, ഞങ്ങൾ മേടിച്ചതാ, ഞങ്ങളുടെ കെട്ടിടം, ഞങ്ങളുടേത് വിട്. അടുത്തത് പേഴ്സണൽ റൈറ്റ്സ്. അത് എൻ്റെ റൈറ്റാണ്, ദാറ്റ്സ് മൈ റൈറ്റ്ഫുൾ റൈറ്റ്. ദൈവത്തോടുള്ള സമത്വം, റൈറ്റ്ഫുൾ റൈറ്റ്, അതിനെ മുറുകെ പിടിക്കാതെ വിട്ടു. എന്താ നമുക്ക് വിടാൻ പറ്റാത്ത? അടുത്തത്, വി മേ സഫർ ഇഞ്ചുറി ഫോർ ദ സേക്ക് ഓഫ് പീസ്. സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം ചിലപ്പം ചില പരിക്കുകളുണ്ടാവും, ചില നഷ്ടകഷ്ടങ്ങളൊക്കെ വരും. അത് സഫർ ഇറ്റ്, അത് സഹിച്ചേക്ക്. വാട്ട് ഈസ് ഡിമാൻഡഡ് ഈസ് യുവർ ഷർട്ട്. എന്താണ് വന്ന് പിടിച്ചത്? ഏതാ? ഷർട്ടിൽ. ആൻഡ് വാട്ട് ഈസ് വോളണ്ടറി ഗിവൺ ഈസ് കോട്ട്, പുതപ്പ്. വന്ന് പിടിച്ചത് ഉടുപ്പിനാണെങ്കിൽ കൊടുക്കേണ്ടത് എന്തുവാ? അതിൻ്റെ കൂടെ പുതപ്പും കൂടാണ്. ഞാനിതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടും ഇരുന്നപ്പം കർത്താവേ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴൊരു പിക്ചർ ദൈവം എന്നെ കാണിച്ചു. മോനെ, ക്രൂശിൽ ഞാൻ കിടന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? നീ കാണുന്ന പിക്ചർ പോലല്ല ഞാൻ ക്രൂശിൽ കിടന്നത്. നീ കാണുന്ന ക്രൂശിത രൂപങ്ങളൊന്നും
അതൊക്കെ അങ്ങനല്ല. സത്യത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് അത്. 22-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു എന്നുള്ള പ്രവചനവാക്യം അവിടെ നിറവേറി. വലിച്ചൂരിയെടുത്ത് അവർ പങ്കിട്ട് പകുത്ത് ചീട്ടിട്ട് കൊണ്ടുപോയി. ഒരുത്തൻ്റെ വസ്ത്രം ഊരിക്കിടന്നാൽ അവൻ എടുത്താൽ അവൻ വിവസ്ത്രനാണ്. അതിൻ്റെ അർത്ഥം ഹീ വാസ് ലൈയിങ് ഓൺ ദ ക്രോസ് നേക്കഡ്. അതാണ് ചരിത്രം. അത് നമ്മൾ ക്രിസ്ത്യാനിക്ക് പറയാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പടം ഇന്ന് വരെ കണ്ടിട്ടില്ല. തുണിയില്ലാത്ത യേശുവിനെ നമ്മൾ ഇന്ന് വരെ ഒരു പടത്തിലും കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ യേശു തുണിയില്ലാതെ നേക്കഡായിട്ടാണ് കിടന്നത്. തൻ്റെതെല്ലാം ഊരിയെടുത്തു. നമ്മുടേത് ഊരിയെടുക്കും പ്രിയ. ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, സംടൈംസ് യു മേ സ്റ്റാൻഡ് നേക്കഡ് ബിഫോർ മാൻ, ബിഫോർ ദ വേൾഡ്. പക്ഷേ നഗ്നനായി ഞാൻ മനുഷ്യന് മുമ്പിൽ അപമാനിതനായി നിൽക്കുമ്പോൾ, നഷ്ടപ്പെട്ടവനായി ഒന്നുമില്ലാത്തവനായി നിൽക്കുമ്പോൾ, അവിടെയാണ് സ്വർഗം നമ്മളെ അംഗീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. കർത്താവ് കോളർ ഉയർത്തിക്കൊണ്ട് പറയും, ഐ എം പ്രൗഡ് ഓഫ് ഹിം, ഐ എം പ്രൗഡ് ഓഫ് ഹെയർ. അവളെപ്പറ്റി അവനെപ്പറ്റി എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ മകനാണ്, എൻ്റെ മകളാണെന്ന് നിങ്ങളെ എന്നെയും പറ്റിയും കർത്താവ് സാക്ഷ്യം പറയണമെങ്കിൽ നമ്മൾ ഈ പുതപ്പും പിടിച്ചു വെച്ച് ഉടുപ്പും പിടിച്ചു വെച്ച് ഒന്നും വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ അവകാശവും വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ ടൈറ്റിലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ സ്ഥാനവും വിട്ടുകൊടുക്കത്തില്ല എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയല്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ വാക്യം വായിക്കുമ്പം, 1 Corinthians chapter 6, 7 to 9 വായിക്കുമ്പം, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. ദൈവസഭയോട് അവർ നിങ്ങളുടെ ഇടയിൽ ഒരു കോർട്ട് കേസെന്ന് കേൾക്കുന്നത് തന്നെ പോരായ്മയാണ്. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? അതേ അന്യായമായി കാണിക്കുന്ന അതേ അന്യായമാണെന്ന് തെളിയിച്ചിട്ട് എന്താ കാര്യം? ആ അന്യായം അങ്ങ് ഞാൻ ചിലപ്പം പറയും, അത് അന്യായത്തെ ഒന്ന് ചോദ്യം ചെയ്യെങ്കിലും വേണ്ടേ? അന്ന് രാവിലെ ദൈവം, എന്തിനാ നീ ചോദ്യം ചെയ്യുന്നത്? നീ ആരായി ചോദ്യം ചെയ്യാൻ? അന്യായം അങ്ങ് സഹിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ കുനിഞ്ഞിരുന്ന് 5 മണി വരെ ഞാൻ കരഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ബാൽക്കണിയിൽ പോയൊരു അവിടെ ഒരു ദിവാൻ കിടപ്പുണ്ട്, അതിലായിരുന്നു ഞാൻ ഈ 3 മണിക്ക് ഇരിക്കുന്നത്. ഞാനിവിടെ കുനിഞ്ഞിരുന്ന് കരഞ്ഞു. 5 മണിയായപ്പോൾ ഞാൻ അറിയാതെ ഞാൻ നിലത്ത് മുട്ടുമേലങ്ങിരുന്നു. കർത്താവേ, ഞാൻ വിട്ടുകളയുന്നു, എനിക്ക് വേണ്ട. എൻ്റെ ഉടുപ്പും എടുത്തോട്ടെ, എൻ്റെ പുതപ്പും എടുത്തോട്ടെ, ഒന്നും വേണ്ട. പക്ഷേ അങ്ങനെ ഒന്ന് മുട്ടുകുത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാൻ അനുഭവിക്കുന്നൊരു വലിയ സമാധാനമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞു, പാസ്റ്ററുടെ മുഖത്തൊരു വ്യത്യാസം, കഴിഞ്ഞ ആഴ്ച ഇന്ന് ഇങ്ങനെ അല്ലായിരുന്നു. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ എന്നെ കാണുന്നില്ലല്ലോ, എന്നെ കാണുന്നവർ പറയുന്നു വാട്ട് ഹാപ്പൻ ടു യു. എന്നോട് ഈ കഴിഞ്ഞ ദിവസം പലരും ചോദിച്ചു, വിദേശത്ത് നിന്ന് പലരും വിളിച്ചിട്ട് വാട്ട് ഹാപ്പൻ ടു യു പാസ്റ്റർ. ഞാൻ നത്തിങ്, ഐ എം ഫൈൻ. എട്ടാം വാക്യം, അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. ചിലപ്പോൾ ചിലർ അന്യായം ചെയ്യും, നഷ്ടം വരുത്തുകയും ചെയ്യും, സഹോദരങ്ങൾ തന്നെ ആയിരിക്കും. അടുത്തത്, അങ്ങനെ ആരെങ്കിലും അന്യായം ചെയ്താൽ നിങ്ങൾ അന്യായം ചൂണ്ടിക്കാണിക്കുകയോ ചോദ്യം ചെയ്യുകയോ വേണ്ട. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? ഇപ്പം ചോദ്യം, നമുക്ക് ദൈവരാജ്യം അവകാശമാക്കണോ വേണ്ടയോ? അന്യായം ആരോ ചെയ്യട്ടെ. അന്യായം എല്ലാം പോയി നമ്മൾ ചോദ്യം ചെയ്താലൊന്നും നമുക്ക് നീതിയൊന്നും കിട്ടണമെന്നില്ല. അത് ലോക കോടതിയിലേ കിട്ടുന്നില്ല, പിന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം, ബെറ്റർ ടു ഗിവ് ഇറ്റ് അപ്പ് ദാൻ ടു എൻഗേജ് ഇൻ ലിറ്റിഗേഷൻ. എന്താണ് കർത്താവ് പറഞ്ഞ വാക്ക്? ഞാൻ കുറിച്ചതാ വെളുപ്പിന്. ബെറ്റർ ടു ഗിവ് ഇറ്റ് അപ്പ് ദാൻ ടു എൻഗേജ് ഇൻ ലിറ്റിഗേഷൻ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ സ്വത്ത് സംബന്ധിച്ചായിരിക്കും, നിങ്ങളുടെ വീതം, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾക്ക് വെച്ചിരുന്നത് നിങ്ങളുടെ മൂത്ത ചേട്ടൻ തട്ടിയെടുത്തു, അല്ലെ ഇളയ അനിയൻ തട്ടിയെടുത്തു, അല്ലെ മൂത്ത അളിയൻ തട്ടിയെടുത്തു. നിങ്ങൾക്ക് വെച്ചിരുന്നത് ഈ പറഞ്ഞ നിങ്ങളുടെ വേറൊരു കളീഗ് തട്ടിയെടുത്തു. പല തരത്തിലുള്ള പരാതികളുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് പറയുക,
നിങ്ങളുടെ ഉടുപ്പിനാണ് പിടിച്ചതെങ്കിൽ ഉടുപ്പ് മാത്രം ഞരങ്ങിക്കൊണ്ട് കൊടുക്കുകയല്ല, പ്രാവിക്കൊണ്ട് കൊടുക്കുകയല്ല. നമ്മൾ ചിലപ്പം കൊടുക്കും. എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ആ ഉടുപ്പൂരി കൊടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ട് കൊടുക്കുന്നത്? കൊണ്ടുപോയിക്കോ, പക്ഷെ ഒരു നാളും നീ, നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ നീ പണ്ടാരം അടങ്ങുക എന്ന് പറയും. അത് എൻ്റെ മുമ്പിലുള്ള വാക്ക് മറന്നുപോയി. അതാണ്. അങ്ങനെ പറഞ്ഞിട്ടേ നമ്മൾ കൊടുക്കൂ. പക്ഷെ ഇതങ്ങനല്ല. ഇത് കൊണ്ടുപോയിക്കോ, ഇത് മാത്രം കൊണ്ടുപോകണ്ട, ഇതും കൂടെ കൊണ്ടുപോയിക്കോ. ഇഫ് വി ആസ്ക് ഫോർ ദി ഇന്നർ ഗാർമെൻറ്റ് വിച്ച് ഇസ് ഡിമാൻഡഡ്, വോളണ്ടറിലി ഗീവ് ദി ഔട്ടർ ഗാർമെൻറ്റ് ഓൾസോ. കോട്ടും കൂടെ കൊടുക്കുക. ഉടുപ്പ് ചോദിച്ചാൽ കോട്ടും കൂടെ കൊടുക്കുക. തിരിച്ച് പുതപ്പിനാണ് പിടിക്കുന്നെങ്കിൽ ഉടുപ്പും കൂടെ കൊടുക്കുക. ഇതാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഞാനൊരു തീരുമാനമെടുത്തു. ആർക്ക് വേണോ എടുത്തോ, എല്ലാം തരാം. അബ്രഹാം, ചിലപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ദാറ്റ് വാസ് എ ഫൂളിഷ് ചോയ്സ് വിച്ച് ഹി മെയ്ഡ്. അവൻ ഓപ്ഷൻ കൊടുത്തു തിരഞ്ഞെടുത്തോളാൻ ലോത്തിന്. അവനെല്ലാം എടുക്കണം. അവനിങ്ങനെ തല ഉയർത്തിയെന്ന് നോക്കി നല്ലതെല്ലാം എടുത്തോണ്ടങ്ങ് പോയി. പക്ഷെ നിങ്ങൾക്കറിയാമോ, അവൻ പോയി കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യ സാറ നല്ല സ്ത്രീ ആയിരുന്നിരിക്കും. ഇന്നത്തെ നമ്മുടെ ഭാര്യമാരെ പോലെ ഒന്നും ആയിരിക്കത്തില്ല. ഇന്നത്തെ ഭാര്യമാരാണെങ്കിൽ നമ്മളെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ചവിട്ട് കാലിൽ, എന്തോ ഈ പറയുന്നത്, അങ്ങനെ അവന് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞാൽ അവൻ എല്ലായിടത്തും കൊണ്ട് പോവും. പക്ഷെ ആ പാവം ഇങ്ങനെ എല്ലാം സഹിച്ചു. എല്ലാം അവൻ കൊണ്ടുപോകുന്ന കണ്ടപ്പം അവന് സാറയുടെ മുഖത്തോട്ട് നോക്കാൻ ഒരു മടി കാണും. ആ പാവം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കണ്ണീരോടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. വേലക്കാരൊത്തിരി ഉണ്ട്, അവരെല്ലാം സാർ എന്തുവായി കാണിക്കുന്നത്? പക്ഷെ അബ്രഹാം ആരിലേക്ക് നോക്കിയില്ല. അബ്രഹാം എങ്ങോട്ട് നോക്കിയെന്നറിയാമോ? അബ്രഹാം മുകളിലേക്ക് നോക്കി. ഞാനും നിങ്ങൾ മുകളിലേക്കാണ് നോക്കേണ്ടി പ്രിയപ്പെട്ടവരെ. വശങ്ങളിലേക്ക് നോക്കിയാൽ പലതും നമുക്ക് കണ്ണിന് ഇൻപമുള്ളതും വിലയുള്ളതും ഒക്കെ തോന്നും. അത് കൊണ്ടുപോകുന്നവരൊക്കെ കൊണ്ടുപോട്ടെ. പക്ഷെ മുകളിലേക്ക് നോക്കിയപ്പം അപ്പോഴാണ് ദൈവം സംസാരിച്ചു തുടങ്ങുന്നത് വീണ്ടും. അബ്രഹാമേ, എല്ലാം പോയല്ലേ, എന്നാ നിൻ്റെ വാഗ്ദത്തം. നിനക്കറിയാമോ, അതിന് ശേഷമാണ് ദൈവം കൂടുതൽ സംസാരിച്ചത്. പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കാത്തതിൻ്റെ കാര്യം, നമ്മൾ ഈ പച്ചപ്പുള്ളതും നീരോട്ടമുള്ളതും എല്ലാം കണ്ട് അതെല്ലാം നമ്മൾ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഭൂമിയിലെ പച്ചപ്പുള്ളതും നീരോട്ടമുള്ളതും അധികാരങ്ങളും അവകാശങ്ങളും ഒന്നുമല്ല. നമ്മൾ സ്വർഗീയ പൗരന്മാരാണെങ്കിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം ചില അവകാശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ദൈവസഭ പോകേണ്ടതെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കാം. എത്ര പേരൊരു തീരുമാനമെടുക്കും? കർത്താവേ, എന്നോട് വ്യവഹരിച്ച് എൻ്റെ റൈറ്റ് അല്ലെങ്കിൽ എൻ്റെ പൊസഷൻ എന്ത് തന്നെയാണെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷൻ വരെ എടുത്തുകൊണ്ട് പോകാൻ നോക്കും. സാരമില്ല, പോട്ടെ. കർത്താവ് വിശ്വസ്തൻ. കർത്താവെല്ലാം ഈ ഭൂമിയിൽ 100 മടങ്ങ് മടങ്ങിത്തരുമെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. അത് ദൈവം തന്നോ തന്നില്ലയോ എന്തോ ആട്ടെ. ഞാൻ അറിയാവുന്ന എനിക്ക് ഒത്തിരി വിശുദ്ധന്മാർ പൂർവ്വകാലത്ത് അവർക്ക് ഈ ഭൂമിയിൽ ഒന്നും കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ അവർക്ക് നല്ലതൊന്ന് അവർ പ്രതീക്ഷിച്ച് അവർക്ക് നല്ലൊരു പുനരുത്ഥാനം അവർക്കുണ്ട്. അവർ നിത്യതയിൽ അവർ കർത്താവിനോടൊപ്പം അവർക്ക് എന്ത് അധികാരങ്ങളും എന്തു വലിയ സ്ഥാനമാനങ്ങളും ആയിരിക്കും കർത്താവ് അവിടെ കൊടുക്കുന്നത്. അവിടെ നമുക്കൊരു സ്ഥാനം വേണമെങ്കിൽ ഇവിടെയുള്ള സ്ഥാനങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾ തീരുമാനിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയല്ല, എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിലുള്ളവർ അല്ല, ലോകത്തിനുള്ളവരുമല്ല. ഞങ്ങൾ സ്വർഗീയ പൗരന്മാരാണെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിൽ നിന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ കർത്താവേ, ഞങ്ങളോട് വ്യവഹരിക്കുന്നവരോട് വ്യവഹരിക്കുവാനല്ല, ഞങ്ങളോട് തർക്കിക്കുന്നവരോട് തിരിച്ച് തർക്കിക്കുവാനല്ല, ഞങ്ങളെ ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കുവാനല്ല, ഞങ്ങളെ ശിക്ഷിക്കുന്നവരെ തിരിച്ച് ശിക്ഷിക്കാനുമല്ല കർത്താവേ. പകരം കർത്താവേ, ഞങ്ങളെപ്പോഴും അനുഗ്രഹിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ക്ഷമിക്കുന്നവരും വിട്ടുകൊടുക്കുന്നവരുമാക്കി തീർക്കണമേ. ഉടുപ്പിന് പിടിച്ചാൽ പുതപ്പും കൂടെ കൊടുക്കുന്നവരാക്കി തീർക്കണമേ. അതിനായി കർത്താവ് എന്നീ വചനം കേട്ട എല്ലാവരെയും സഹായിച്ചാട്ട്, അടിയനെയും സഹായിച്ചാട്ട്, ഞങ്ങളെല്ലാവരെയും സഹായിച്ചാട്ടപ്പാ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.